അന്നയ്ക്ക് ഇത്രയും പേടിയാണോ പാരൻസിന്? അപ്പനെ എനിക്ക് പേടിയാ. എൻ്റെ അപ്പനെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോയാലും ആരെങ്കിലുമൊക്കെ കാണും. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒരു ക്ലാസ്മേറ്റിനായിട്ട് സൈക്കിളിൽ കയറി വന്നു. എന്നിട്ട് അത് വീട്ടിലെത്തിയത് ഞാൻ ഒരു ചെക്കൻ്റെ കൂടെ കറങ്ങി നടപ്പാണെന്ന്. അയ്യോ, എന്നിട്ട് നീ പറഞ്ഞില്ല അങ്ങനെയൊന്നും അല്ലെന്ന്? നിന്നെ വിശ്വാസമില്ലേ? എനിക്കറിയില്ല അതർ. അന്ന് കിട്ടിയ അടിക്ക് കൈയും കണക്കുമില്ല. അന്ന് തൊട്ട് എനിക്ക് പേടിയാ. അപ്പൻ കുറച്ച് സൊസൈറ്റി ഡിപ്പെൻഡൻ്റ് ആണ്, മമ്മി പിന്നെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആണ്. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അമ്മ നിന്റെ അപ്പയെ പോലെയാ. നാട്ടുകാരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ. പിന്നെ നമുക്കൊരു പരിധിവരെ അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവർ കേൾക്കാനൊന്നും പോണില്ല, അതത്രേ ഉള്ളൂ. സംസാരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ ആളെ ഇപ്പൊ നോക്കി. എന്തെങ്കിലും സീരിയസ് കാര്യമായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവളിപ്പോ അവിടെ എസ്കേപ്പ് അടിച്ചേനെ. എടാ, ഇവര് തമ്മിൽ നല്ല മാച്ച് അല്ലേ? മാച്ച് ഒക്കെയാണ്, പക്ഷേ സെറ്റാകണ്ടേ. അതർ ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നയുടെ സ്വഭാവം വെച്ച് നിനക്കറിയാലോ, അവൾ ഏജ് റിലീജിയൻ എന്നൊക്കെ പറയും. പിന്നെ അവക്കായിട്ട് ഇഷ്ടം തോന്നണം. പിന്നെ അതർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഹലോ, ഞാൻ മെറിന. അനേസി എന്തേ വിളിച്ചിട്ട് കിട്ടുന്നില്ല? പീക്കുന്റെ കൂടെ നിൽക്കാന്ന് മമ്മി പറഞ്ഞു. ഇതൊക്കെ എന്താ പ്രാന്തോ? എന്റെ അടുത്ത് കളിപ്പെടുന്ന എന്തിനാ? അന്നെ എന്റെ കൂടെ ഉണ്ട്, കൊടുക്കണോ? നിങ്ങൾ എവിടെയാ? വീട്ടിലുള്ളത് മനസ്സിലായി. നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഞങ്ങൾ പുറത്താ. അതെനിക്ക് മനസ്സിലായി നിങ്ങൾ പുറത്താണെന്ന്. നിങ്ങൾ ആരൊക്കെയുണ്ട്? നീ എന്താ ഇൻസ്പെക്ഷൻ എടുക്കുന്നതന്നെ? ഞാൻ അന്നൊക്കെ കൊടുക്കാം. എടി എന്നാ. ഹലോ ഹലോ അന്നേച്ചി, എവിടെയാ? അതർ കൊണ്ടോ കൂടെ? പറയ്. അതർവോ? അവനെന്തിനാ എൻ്റെ കൂടെ? എടി, വീട്ടിൽ ഫുഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നതാ. അതിന് അതർവ് എന്തിനാ? പക്ഷേ നിങ്ങൾ രണ്ടുപേരും സെയിം കഫേയുടെ സ്റ്റോറി ആണല്ലോ ഇട്ടേക്കുന്നേ. എന്നാ അവനോട് വന്നു കാണും. എന്തായാലും ഞാനിവിടെ കണ്ടില്ല. ശരി ചേച്ചി, എന്നാ ഗുഡ് നൈറ്റ്. എന്താ അന്ന? കട്ട് ചെയ്തോ? എന്നോട് ചൂടാവുന്നേ? എന്താ എന്തെങ്കിലും സീനുണ്ടാ? എനിക്കറിയാൻ വേണ്ടി പാടില്ല. മെറിന വിളിച്ചത്. അവൾ വിളിച്ചിട്ട് എവിടെയാ, എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. എടി, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതർവും സെയിം കഫേയുടെ ഇതാണ് സ്റ്റോറി ഇട്ടത്. അവൾ അത് കണ്ടിട്ടാ വിളിച്ചത്. എൻ്റെ അടുത്ത് അതർവ് കൂടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, പീക്കുനായിട്ട് മെറിൻ കമ്പനിയാണോ? ആണോ? അതെ, മെറിൻ മോം സൈഡ് കസിന്, പീക്കു അപ്പൻ്റെ സൈഡും. പിന്നെ ഞാൻ ഇവളായിട്ട് കമ്പനി അടിക്കുന്നതിന് മെറിന് ചെറിയൊരു പൊസസീവ്നെസ് ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും വേണം തന്നെ. സ്പെഷ്യൽ ആണല്ലോ. എനിക്ക് തരോ? പീക്കു തരും, പക്ഷെ മെറും തരുമോന്നറിയില്ല. വെളുപ്പിന് തന്നെ അന്നേ ചത്ത് കിടപ്പാണല്ലോ അവള്. എന്തേ രാവിലെ ഇങ്ങോട്ട് വന്നൂടെന്നുണ്ടോ? അന്വേഷിച്ച് എന്തേ? റൂമിലുണ്ട്. ഗുഡ് മോർണിംഗ് അന്വേഷി. മോർണിംഗ്. നീ എന്താ രാവിലെ തന്നെ? ചുമ്മാ, നാളെ മലയാളമാണ് എക്സാം. സോ ഇന്ന് ട്യൂഷൻ പോണോന്ന് ആലോചിക്കുക. ചേച്ചി ഇന്ന് ക്ലാസ്സിൽ പോകുന്നുണ്ടോ? ഇന്ന് ക്ലാസ്സിൽ ചിലപ്പോഴേ പോകുള്ളൂ. നീ എന്തിനാ ട്യൂഷൻ പോവാതിരിക്കുന്നേ? നീ എന്തും പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടിയത്? ഞാൻ ഇങ്ങോട്ട് തന്നെ വരുന്നെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നിന്ന് ട്യൂഷൻ പോയിക്കോളാന്ന് പറഞ്ഞു. എന്നാ കോഫി? അന്നമ്മേ, എന്തെങ്കിലും കിടക്കുന്നേ? ക്ലാസ്സിൽ പോകണ്ടേന്ന്? പീക്കു, നമുക്കിന്ന് ലീവ് ആക്കാം. ഒരു സുഖമില്ല. അടിപൊളി. എന്നാ നമുക്ക് മൂന്നുപേർ കൂടെ പുറത്തു പോയാലോ? ഇത്ര രാവിലെ എങ്ങോട്ട് പോവാനാ? അല്ല, നിനക്ക് ട്യൂഷൻ ഇല്ലേ? ഞാനും ഇന്ന് ലീവാണ്. എന്തായാലും ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞാൻ മമ്മീനോട് പറഞ്ഞത്. ഓ, എന്നാ ഓക്കെ. എന്തോക്കെയെന്ന്? മെറിൻ, നീ ട്യൂഷൻ പോയിട്ട് വാ. ഞാൻ പറയുന്ന ഏക്കത് ഫൈനൽ എക്സാം അവരുടെ പൊട്ടം കളിക്കല്ലേ. അതുകൊണ്ട് നീ പോ, എന്നിട്ട് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുപോവാം. ശരി എന്നാ. ആ ഫോണൊന്ന് വരൂ. ഫോൺ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്, എടുത്തോ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. അയ്യോ, അതർവായിട്ടുള്ള ഫോട്ടോ
കൃഷ്ണ, ഇന്നലെ പീക്കു അത് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഭഗവാനെ, അവളത് കാണല്ലേ. ഓ ശരി ശരി, താങ്ക് യു. പേടിക്കണ്ട, ഞാൻ അത് ഹൈഡാക്കിയിട്ട് അവർക്ക് കൊടുത്തത്. നിന്റെ ഫോൺ ഞാൻ മമ്മിനെ വിളിക്കാൻ വേണ്ടി നേരത്തെ എടുത്തായിരുന്നു. എന്റെ പൊന്നേ, ഈ മഴ എന്താ ഇങ്ങനെ പെയ്യുന്നത്? ഇത് നിൽക്കുന്നില്ലല്ലോ. വെള്ളപ്പൊക്കമാവോ? പീക്കു, എടി ഞാൻ ഇന്നലെ മെഹറിനോട് നുണ പറഞ്ഞു. ഷേ, എനിക്ക് എന്തോ പോലെ തോന്നണ്. ഞാൻ ഇതുവരെ അവളോട് ഇങ്ങനെയൊന്നും. അന്നേ, ഇറ്റ്സ് ഓക്കെ. നിനക്കവളോട് സത്യം പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. അവളിതെങ്ങനെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട്? അവൾ സ്റ്റെഫി ആൻറ്റിയുടെ ഫോണിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി കാണും. പിന്നെ എൻ്റെ കണ്ടു കാണും. മേ ബി അവളൊന്ന് ഫോൺ ചോദിച്ചത് ഇത് നോക്കാനായിരിക്കും. അവളെന്റെ ഫോൺ ചെക്ക് ചെയ്തൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നിന്റെ ഫോണിൽ നിന്ന് അവളൊരു കോളാ ചെയ്തത്. അവരൊന്ന് വേഗം സെറ്റായാൽ മതിയായിരുന്നു. അതെ, ഇന്ന് തൊട്ട് ഞാനും പ്രാർത്ഥിക്കാം അതിനു വേണ്ടി. നീ എന്താ അത് അങ്ങനെ പറഞ്ഞത്? സാധാരണ നീ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത്. അതൊന്നുമില്ലടി. പിന്നെ നീ എപ്പോഴും ആഗ്രഹിക്കുന്ന ഓരോന്നിക്കാൻ വേണ്ടിയല്ലേ. അപ്പോ നിനക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞ കേൾക്കുന്നതാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സാറിവിടെ എന്ത് ചെയ്യുവാ? എന്തുവാടെ ഇത്? ഒരു റൂമാണ് ഈ കാണുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്തൊരു മൂലക്കിരുന്നോ, ക്ലീൻ ചെയ്തു തരാൻ വയ്യ. ഓ, എന്താടെ ഇത്? ഇതെന്താ? അതൊന്നുമില്ല, ഇങ്ങോട്ട് വന്നേ, കളിക്കല്ലേ നീ. മോനെ അതർ കൃഷ്ണ, സത്യം പറടാ, ഒന്നുമില്ലാതെ നീ എന്തിനാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ലോക്ക് സ്ക്രീനിൽ ഇട്ടേക്കുന്നത്? ഈ ഫോട്ടോ എപ്പോൾ എടുത്ത്? എന്ത് സത്യം പറയാൻ, അതൊക്കെ എടുത്ത്. ഷേടാ, ഇതെന്ത് കഷ്ടം, എല്ലാ കാര്യവും അറിയണം. നിക്കടാ അവിടെ, നീ പറയണ്ട. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. നിനക്ക് അവൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ അതെന്ത് തരം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ബട്ട് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ഹെർ. ഹെർ ഐസ്, ഇറ്റ്സ് സോ മെസ്മറൈസിങ്. ദ വേ ഷീ ടോക്സ്, സ്മൈൽസ്. എനിക്കറിയില്ല. ഇത് പ്രേമമാണ്. നീ പെട്ട്, അത്രേ ഉള്ളൂ. ആർക്കാണ് ഇവിടെ പ്രേമം? ഇവൾക്കാണ്. അത് എന്നോട് പറയുമായിരുന്നു. ആണോടി? ബാംഗ്ലൂരുള്ളതാണോ? അല്ല, നമ്മുടെ കൂട്ടരാണോ? അതെ അതെ, അഭിനന്ദ് പി അല്ല ചെണ്ട. നിനക്കിട്ടേ തറാടാ തിണ്ടി. അതെ, ഈ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്ന് നിന്നത് മാത്രമേ അറിയുള്ളൂ. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും മൊഴിയാവോ? രാവിലെ തൊട്ട് കിടന്ന് ചോദിക്കുമോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്? നീ ആദ്യം പറ, എന്നിട്ടാ ഇനി വരുന്നുള്ളു. എടാ, അത് ഒരു പള്ളി വരെ പോകാനാ. പള്ളിയിലാ? നിനക്കെന്താ പ്രാന്താണോ? ഞാനൊന്നും ഇല്ല. എടാ, പള്ളിയിൽ പെരുന്നാളാ, അതിന് പോകാനാ. പിന്നെ ഒരാളെ കാണാനും ഉണ്ട്. വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അതാരാണ് ഞങ്ങളറിയാത്തൊരാള്? അത് പറഞ്ഞു തരാൻ പറ്റൂല, കാണിച്ചു തരാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ വാ. പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ, കളക്ഷനെല്ലാം അടിച്ച് നിൽക്കാം. എന്നാ പോവാം. കേറുന്നില്ല മോളെ നീ? അല്ലെങ്കിൽ പുറത്താണോ നിൽക്കുന്നത്? മമ്മി, ഞാൻ അവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് കയറിക്കോളാം. നിങ്ങൾ ഈ പള്ളിമുറ്റത്ത് രണ്ടും കൂടി എന്താ സംസാരിക്കുന്നത്? കേറുന്നില്ല രണ്ടും? എൽസേ, ലേറ്റ് ആയി പോയടി. മെറിനെ റെഡിയാക്കാൻ വേണ്ടി സമയം എടുത്തന്നേ. വാ, നമുക്ക് കയറാം. പിള്ളേർ കയറിക്കോളും പിന്നെ, അല്ലെങ്കിൽ അതിങ്ങ് പുറത്ത് നിന്നോളൂ. ഓയ് അന്നമ്മോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എടാ മോനെ, നിനക്ക് ഈ കളർ നല്ല മാച്ച് ഉണ്ട്. സെന്റർ ഓഫ് അട്രാക്ഷൻ ആകുമല്ലോ നീ. ഞാൻ വിശ്വസിച്ച്. നീ സാരി ഉടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. മെറും വന്നില്ലേ? നമ്മുടെ പള്ളിയിലെ കുറെ പേര് മിസ്സിംഗ് ആണല്ലോ അന്നമ്മോ ഇന്ന്. ജസ്റ്റിനെ ഗാങ്ങിനെ ആയിരിക്കും നീ നോക്കുന്നത്. സത്യം പറ, നീ പള്ളി വരുന്ന എല്ലാവരുടെ ഡ്രസ്സ് നോക്കി അവർക്ക് മാർക്ക് ഇടാനല്ലേ? അല്ല, ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? നീ ഇത് പറ, മെറും വന്നില്ലേ? എനിക്കറിയില്ലടാ. സ്റ്റെഫി ആൻറ്റിയും ജോസഫ് അങ്കളും എത്തി. ഇവളിത് എവിടെ പോയി ഇരിക്കുവാണാവോ? ദേ വരുന്നു. ഇവളെന്താ സാരി കൊടുത്ത്? ഹായ് മൈ ഫെല്ലോസ്, എന്ത് പറ്റി? ഷോക്കായോ? നീ എന്താ
എന്താ പീക്കോ അങ്ങയുടെ ഡോക്ക്? എനിക്ക് സാരി കൊടുക്കാൻ പാടില്ലെന്നല്ല ഓർഡർ ഉണ്ടോ? അയ്യോ എന്റെ പൊന്നുമോളെ, ഞാനൊന്നും പറഞ്ഞില്ല. ഇതാണോ നീ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? നീ സാരിയും ചുരിദാറും ഒന്നും ഇടാറില്ലല്ലോ, നിനക്കത് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്ത് പറ്റി ഒരു മനംമാറ്റം? സർപ്രൈസ് ഇത് മാത്രമല്ല, വേറൊന്നും കൂടെ ഉണ്ട്. പിന്നെ സാരി, സത്യം പറഞ്ഞാൽ ഞാൻ ബോഡിക്കോൺ എടുക്കാൻ വേണ്ടിയാ പോയത്. പിന്നെ അവിടെ ചെന്ന് മമ്മി സാരി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അതുകൊണ്ട് ബോറടിച്ചോണ്ട് റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിനകത്തൊരു റീല് വന്നേ, ഗേൾസ് ഹു വെയർ സാരി അങ്ങനെ എന്തോ. അതിലെ അതർവ് ലൈക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡിസിഷൻ മാറ്റി. ഓഹോ, ഞാൻ ഓർത്ത് നിനക്ക് എന്ത് പറ്റിയെന്ന്. സാധാരണ നിന്റെ അടുത്ത് ആരെങ്കിലും ചുരിദാറെന്ന് പറയുമ്പോൾ നീ അവരെ ആട്ടി വിടാറുണ്ടല്ലോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്, വേറൊരു പ്രത്യേക ഭംഗി. സത്യത്തിൽ അത്ര അതർവിനോട് ഇതൊക്കെ ഒന്നുമില്ലേ? എല്ലാ തലേ കൂടെ എന്താ പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല ലീശോ എനിക്ക്. ജംഗ്ഷൻ കഴിഞ്ഞ് റൈറ്റ് എടുക്കുമ്പോൾ തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു ഗ്രോട്ടോട് അടുത്ത് തന്നെ ഉണ്ട്. കേറി വരുമ്പോ തന്നെ കാണാൻ പറ്റും. നിനക്ക് ഫോൺ കിട്ടിയോ? ആ ചേച്ചി, അതൊക്കെ കിട്ടി. ഒരു എക്സാമും കൂടെ അല്ലേ ഉള്ളൂ. വീട്ടിൽ കിടന്ന് ഡ്രാമ കളിച്ച് സെറ്റാക്കി. നിന്നെ ആരാ വിളിച്ചേ? ഫ്രണ്ട്സ് വരുന്നുണ്ടോ നിന്റെ? കറന്റ്ലി ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് ആണ്. ഇനി എത്തിയല്ലോ. അതർ സുഭാഷ്. ദൈവമേ, ഇവൻ ശരിക്കും വന്നു ഇവൾ വിളിച്ചപ്പോ? അപ്പോ ഹായ് അതർ, വരുമെന്ന് ഞാൻ ഓർത്തില്ല. താങ്ക്സ്. ഇതാണ് എന്റെ കസിൻസ്. ഇത് പ്രീന ചേച്ചി, പിന്നെ ഇതാണ് എന്റെ അന്നേച്ചി. ഓ ഹായ് അന്ന ചേച്ചി. അപ്പോ ഈ ചേച്ചിയാണല്ലോ എന്നെ വിളിക്കാൻ പറഞ്ഞേ. എടാ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കുന്നേ. അത് തന്നെ, ഇപ്പൊ പരിചയപ്പെടുത്തുന്ന ഓർത്ത് നിന്നിട്ട് ഇവനാണെങ്കിൽ പരിചയപ്പെടുത്തുന്നുമില്ല. ഞങ്ങൾ എന്താ നിന്റെ ബോഡി ഗാർഡ്സോ? അയ്യോ സോറി മച്ചാനെ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, നോയൽ, ഋത്വിക്. ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോവുള്ളൂ. ഹായ് ഗൈസ്, നിങ്ങളെല്ലാരും ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത്? അതെ, ഞങ്ങള് 1ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ച് തന്നെയാ. എന്താന്ന് നിന്റെ അന്ന ചേച്ചി ഒന്നും മിണ്ടൂലേ? ഞാനും ഓർക്കുമായിരുന്നു ചേച്ചി എന്തോന്നും സംസാരിക്കാത്തതെന്ന്. ചേച്ചി സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ചേച്ചി കുറച്ച് സമയം എടുക്കും സംസാരിക്കാനൊക്കെ. ചേച്ചി ചെറിയൊരു ഇൻട്രോവേർട്ടാ. എന്തെങ്കിലും പറ ചേച്ചി. ഒന്നുമില്ലെങ്കിലും ചേച്ചിയും കൂടെ വിളിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരടക്കുണ്ടി എന്റെ ചേച്ചി, കുറെ നേരം. പീക്കു, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. പീക്കു അവളെങ്ങോട്ടാ പോയത്? അവള് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. എന്തിനാണ് അവളിട്ടിങ്ങനെ പ്രാന്താക്കുന്നേ? ചുമ്മാ ഒരു രസം. ഞാൻ ഇപ്പൊ വരാം. അതർ എങ്ങോട്ട് പോവാ? ആക്ച്വലി എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. ഓ ആണോ? ഞാനും കൂടെ വരാന്ന്. എന്തിനി? അവൻ മുള്ളുന്നുണ്ടോ നോക്കാനോ? ഇവിടെ നിൽക്ക് തന്നെ. ഓ ഈ തള്ളച്ചി. ഇപ്പൊ അതർവിന്റെ കൂടെ പോയിച്ചെങ്കിൽ അവിടെ ഞാൻ ഇഷ്ടമെന്ന് പറയായിരുന്നു. അതാകുമ്പോ നോ പറഞ്ഞാലും നാണം കിടൂലായിരുന്നു. ഇങ്ങോട്ട് വാടി. അതർ എന്തുവാ കാണിക്കുന്നത്? വിട്ടേ. മാഡം കലിപ്പിലാണോ? എന്തിന്? ഞാൻ നിന്നോട് അടിപ്പെടുന്നേ? കലിപ്പിലെന്ന മുഖം കണ്ടാ തന്നെ മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഈ മുഖം ഇങ്ങനെ പിടിച്ചേക്കുന്നത്? ഞാൻ ചേച്ചിന്ന് വിളിച്ചോണ്ടാണോ? ചേടാ, ഇതെന്തൊരു കഷ്ടം. നീ എന്തോ വേണമെങ്കിലും വിളിക്ക്. അല്ല, ഞാൻ ചേച്ചി തന്നെയാണല്ലോ, പിന്നെന്താ? ആര് പറഞ്ഞു? ഞാൻ നിന്നെ ചേച്ചിയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ചുമ്മാ ഇതിന്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അതർ കുറച്ച് നീങ്ങി നിൽക്ക്. എനിക്ക് എന്തോ പോലെ. നീങ്ങണോ? നിനക്ക് എന്തുവാ തോന്നുന്നേ? അല്ല, നല്ല സുന്ദരിയായിട്ടുണ്ട് സാരി കാണാൻ വേണ്ടി. ഐ ലൈക്ക് ഇറ്റ്. ഞാനൊന്ന് അതർവിനെ നോക്കിയിട്ട് വരാവേ. ഇയാളെന്ത് ഇത്രയും ടൈം എടുക്കുന്ന മുള്ളാൻ? ഇതിനും മാത്രം മൂത്രം ഇയാൾക്ക്. അന്നേച്ചി